ആശുപത്രിയിൽ ഡോക്ടറെ നിയമിക്കണമെന്ന ആവശ്യത്തിന് വിചിത്ര മറുപടി നൽകി DMO. തിരൂരങ്ങാടി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ ഒഴിഞ്ഞുകിടക്കുന്ന ചർമ്മരോഗ വിഭാഗത്തിൽ ചാർജർ എടുത്ത് 2 ദിവസം കഴിഞ്ഞ് അവധിയിൽ പോയ ചർമ്മരോഗ വിഭാഗം ഡോക്ടറെ തിരികെ വിളിക്കുകയോ അല്ലാത്ത പക്ഷം പകരം ഡോക്ടറെ നിയമിക്കുകയോ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് നൽകിയ നിവേദനത്തിന് 2 മാസം കഴിഞ്ഞ് പരാതിക്കാരന് ലഭിച്ച വിചിത്ര മറുപടി. തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ 6 മാസത്തോളമായി ചർമ്മരോഗ ഡോക്ടർ ഇല്ലെന്നും ഇതിനിടെ ഒരു ചർമ്മരോഗ ഡോക്ടർ ചാർജ് എടുത്ത് കേവലം 2 ദിവസം ഇരുന്ന് നീണ്ട അവധിയിൽ പ്രവേശിച്ചിരിക്കുന്നുവെന്നും പകരം ഒരു ചർമ്മരോഗ ഡോക്ടറെ അടിയന്തിരമായി താലൂക്ക് ആശുപത്രിയിൽ നിയമിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സാമൂഹ്യ പ്രവർത്തകൻ അഷ്റഫ് കളത്തിങ്ങൽപ്പാറ 15/4/2025 ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുകക്ക് നൽകിയ നിവേദനത്തിനാണ് പരാതിക്കാരന് കൃത്യം 2 മാസം തികഞ്ഞപ്പോൾ DMOയുടെ വിചിത്ര മറുപടി ലഭിച്ചത്. കഴിഞ്ഞ ദിവസം ഇമെയിൽ വഴി ലഭിച്ച മറുപടിയിലാണ് ചർമ്മരോഗ വിഭാഗത്തിൽ ജൂനിയർ കൺസൾട്ടന്റായ ഡോക്ടർ അപർണ 26/2025 സ്ഥാപനത്തിൽ ചാർജ് എടുത്തുവെന്നും 4/4/2025 മുതൽ 6/8/2025 വരെ 135 ദിവസത്തേക്ക് വ്യക്തിപരമായ കാരണങ്ങളാൽ അർഹമായ അവധിയിൽ പ്രവേശിച്ചിരിക്കുകയാണെന്നും പ്രസ്തുത ഡോക്ടറുടെ അവധി തീരുന്ന മുറയ്ക്ക് ജോലിയിൽ പുനഃപ്രവേശിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. താലൂക്ക് ആശുപത്രിയിൽ ചർമ്മരോഗ വിഭാഗം ഡോക്ടറുടെ സേവനം ഇല്ലാതായിട്ട് ഇപ്പോൾ 8 മാസത്തിലേറെയായി. പകരം സംവിധാനം ചെയ്യേണ്ട ഉത്തരവാദിത്തമുള്ള ജില്ലാ മെഡിക്കൽ ഓഫീസറാണ് ഇനിയും 2 മാസം കഴിഞ്ഞ് ചർമ്മ വിഭാഗ ഡോക്ടർ എത്തുകയുള്ളൂ എന്നറിയിച്ചിട്ടുള്ളത്. അതുവരെ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയെ ആശ്രയിക്കുന്ന സാധാരണക്കാരായ രോഗികൾ പെരുവഴിയിൽ നിൽക്കട്ടെ. ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് ഇതോടൊപ്പം അച്ഛൻ നിവേദനത്തിന് പിറ്റേ ദിവസം തന്നെ മറുപടി വന്നെങ്കിലും DMOക്ക് മറുപടി അയക്കാൻ കൃത്യം 2 മാസം വേണ്ടിയും വന്നു. വിവരാവകാശ അപേക്ഷ കൊടുത്താൽ പോലും മറുപടി കിട്ടാൻ ഇത്രയും കാലതാമസം വരാറില്ലെന്നതും ഇവിടെ പ്രസക്തമാണ്. ദിവസവും 2000-ലേറെ രോഗികൾ ആശ്രയിക്കുന്ന തിരൂരങ്ങാടി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ ചർമ്മരോഗ വിഭാഗം ഉൾപ്പെടെ 8ഓളം ഡോക്ടർമാരുടെ ഒഴിവുകളുണ്ട്. ഈ ഒഴിവുകളിലേക്ക് ഡോക്ടർമാരെ നിയമിക്കാൻ അധികൃതർ ഇതുവരെ തയ്യാറാവാത്തത് മൂലം താലൂക്ക് ആശുപത്രിയെ ആശ്രയിക്കുന്ന ജനങ്ങളോട് കാണിക്കുന്ന അവഗണനയാണെന്ന് അഷ്റഫ് കളത്തിങ്ങൽപ്പാറ പറഞ്ഞു.